ആരേ ഹരികൃഷ്ണൻ? ഡോർ നമ്പർ 9 കാമാട്ടിപ്പുര ബോംബെ. അവിടെ താമസം. ഡോർ നമ്പർ 9 ജി. എന്താ കാര്യം? നിന്റെ ഒക്കെ അല്ലേ കൂട്ട്? വല്ല പോക്കറ്റോ കാണിച്ചാണോ? കളിക്കടോ വാജ കളിക്കാതെ കാശ് മുഴുവൻ പോയിരിക്കുക. സ്വന്തമൊന്നും അല്ലല്ലോ, വല്ലവന്റെ ചിട്ടിക്കാശല്ലേ. പോട്ടെ. നിന്റെ കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ. ചീട്ടട് ദേവി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവന്റെ പുതിയൊരു കണ്ടുപിടുത്തം. എല്ലാരും കാർഡ് എടുത്തോ. എനിക്ക് ക്ലവർ ഉണ്ട്. നീ പോക്ക. എനിക്ക് സ്പേഡ് ബൈഠോ ബൈഠോ. തംസ് അപ്പ് ഹിന്ദുസ്ഥാനി. അണ്ണന്റെ കാർഡ് നോക്കണ. എന്റേത് ക്ലവർ കിങ്. അണ്ണാ രക്ഷപ്പെട്ടണ്ണ. അണ്ണ ഓരോ ദിവസം ഒരു കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾ ഈ പ്രജകൾക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ. നിന്റെ നോക്കട്ടെ. നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കാലിൽ വിശ്വാസമായി. ഇതെങ്ങനെ കിട്ടി? ജോക്കർ. നൈറ്റ് ഡ്യൂട്ടിയാ. 9 മണിക്ക് മുമ്പ് കമ്പനി പഠിക്കാൻ എത്തില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോരേണ്ടി വരും. അത്താഴം വല്ല ആയോ? എന്ന് പറഞ്ഞാൽ അടുപ്പി കിടക്കുന്ന വേവണ്ടേ? നാക്കിട്ടലിക്കാതെ പോയി വല്ലതും ഉണ്ടാക്കട. സാധ്യമല്ല. രാവിലെ എണീച്ച ഇയാളങ്ങ് സർക്കിട്ട് പോകും. തിരിച്ചു വന്നാലോ ഒന്നീ വായന അല്ലെങ്കിൽ ഉറക്കം. നീ ഇവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അയ്യടാ, ഞാൻ നിന്റെ കുക്കൊന്നുമല്ല. ഡാടാ, നാട്ടിൽ നിന്നെല്ലാം കൂടെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന വഴക്കിടാനൊന്നുമല്ല കേട്ടോ. സ്നേഹം ഉള്ളിടത്തല്ലേ പിണക്കമുള്ളൂ. അയ്യോ, ഈടായിട്ട് നിന്റെ സ്നേഹം വളരെ കൂടുന്നുണ്ട്. ഇനി വേറെ വേല കാണിക്കും. ഇനി വേലയൊന്നുമില്ല. ഹരിയേട്ടാ, ഹരിയേട്ടനെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. പോലീസോ? ദേ, ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല. അപ്പോഴാ നിന്റെ മറുപടി. ഇവിടെ നിൽക്കിടുങ്ങാതെ പോയെ. കാലമടമാരെ ചുറ്റും ഇതുവല്ലം കേട്ടാ മതി. നല്ല പുകലായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ കോളേജിന്റെ അവിടെ വരാം. പോലീസ് എന്തിനാ വന്നത്? നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന്. അത് കണ്ടതിപ്പോ കുഴപ്പമായി. जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ. സലാം സാബ്. मुझे तेरी बेटी नहीं बेटा चाहिए. वो कहाँ है? ആ മണികണ്ഠൻ ഇവിടെ ഉണ്ടോടാ? നിന്നെ ആരും അന്വേഷിക്കുന്നു. എന്തെന്ന്? എന്തുവാടേ? കള്ള പന്നി, നീ ഇവിടെ ഒളിച്ചിരിക്കണല്ലേ? ആ നീ അബ്ബാസ് അന്വേഷിക്കുന്നുണ്ട്. आपका 1 हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया. ഒളിക്കാതെ എന്ത് ചെയ്യും? ആഴ്ചക്ക് നിങ്ങൾക്ക് തരാനുള്ള ഹഫ്ത 10-15 വെച്ച് കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യും? വെണ്ണ, പാല്, മട്ടൻ, ചിക്കൻ എല്ലാത്തിനും വില കൂടിയില്ലേ? പണ്ട് കിട്ടിയിരുന്ന കാശ് പോലെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാടുപെട്ടുണ്ടാക്കുന്ന കാശ ഹഫ്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പെയിഞ്ഞെടുക്കുന്നത്. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കടാ. पैसा क्यों नहीं दिया? अगला हफ्ता दे दूंगा सब. अगर 2 दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा. ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. तुम मुदलियार साहब के घर पे 3 बजे आना. साहब तेरे से बात करना चाहते हैं. समझ गया? चलो. എന്താ വേഗം ഇങ്ങി പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ?
എന്താ നിനക്കൊരു ദിവസം ഒന്ന് ഏയ് കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവന്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോകണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்லை. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் பொய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? என்னடா சொன்ன? நன்னி கிட்ட என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. കിളവി, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി കള്ളക്കണക്കായി നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തി വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കെട്ടവന്മാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന്നെ ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്ക അവിടുന്ന്. എന്നെ കുത്തോളെടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പിടിക്കുക ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പോയിക്കൂടെ? മതി ആയില്ല, കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. വാചകമൊന്നും ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. आओ बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है, क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा। वहां तो मुदलियार का राज है। तू उस बात की फिक्र मत कर अब्बास। मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है, तो उधर अन्ना नहीं तू राज करेगा। अब्बास, अब भी वक्त है। कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है। मुदलियार के कोई चमचे हो या कोई कुत्ते के खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। ഹരി തന്നെ വിളിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താല് നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഇതാ ഒരു 15 പൈസയുടെ കുറവുണ്ട്.
ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവില് എന്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യായിട്ടാ. പണിയെല്ലാം പോയി. ഞാൻ ഇവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് നിന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാൽ നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചെറുക്കെ ഡി. ഹിന്ദിയിൽ മാట్లాടലണ്ടി. दारू पीने के बाद मुझे हिंदी नहीं आता. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടിലെ. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ചേ. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല. മുതല വാല. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നത്. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിനക്ക്? കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ. ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം മാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി. കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കൂല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ് അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ട. പാവ എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുവോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്. ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ട് സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും.
എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചു തന്നെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിട്ട്? 3 കന്നാസ് റെഡി. 3 എണ്ണോ? വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ്. എന്താടാ കാർലി? ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താ വായന നാക്കില്ലേ? ആരൊക്കെയാണ് ചിങ്കിടികള്? എടാ